രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധമുയരുകയാണ്. വൈദ്യ പരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച രാഹുലിന്റെ വാഹനത്തിന് നേർക്കും പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ ആശുപത്രിക്ക് പുറത്ത് ഡിവൈഎഫ്ഐ മാത്രമല്ല SFI പ്രവർത്തകരും പ്രതിഷേധവും ബാനറുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഇവിടെ നിന്നും ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നു. പോലീസ് വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ്. പോലീസ് വാഹനത്തിന് നേർക്കുണ്ടായത്. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും പ്രതിഷേധമാണ് കാണുന്നത്. ഇപ്പോൾ ആശുപത്രിക്കകത്തേക്ക് രാഹുലിനെ കൊണ്ടുപോയിരിക്കുന്നു. പുറത്ത് പ്രതിഷേധം തുടരുകയാണോ? ആശുപത്രിയിൽ നിന്നും ഇറക്കിയിരിക്കുന്നു. ഇപ്പോൾ കോടതിയിലേക്ക് വാഹനം എടുത്തിരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് ശരി, പറഞ്ഞോളൂ. പ്രതി ആശുപത്രിയിൽ നിന്ന് കോടതിയിലേക്ക് കോടതി കെട്ടിട സമുച്ചയത്തിനകത്തേക്ക് വാഹനം കയറുകയാണ്. ഗേറ്റ് കടന്നു. രാഹുലിനെയും കൊണ്ടുള്ള പോലീസ് വാഹനം കോടതിക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രവർത്തകർ തൊട്ടു പിന്നാലെ തന്നെ ആ വാഹനം ഓടുന്നുണ്ട്. രാഹുലിനെ ഇറക്കുമ്പോൾ തന്നെ വീണ്ടും പ്രതിഷേധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാജരാകുക. അല്പസമയത്തിനുള്ളിൽ രാഹുലിനെ കട്ടുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന. പ്രവർത്തകർ തൊട്ടുപുറത്ത് തന്നെ, വാഹനത്തിന് തൊട്ടുപുറത്ത് തന്നെ കോടതി പരിസരത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുലിനെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കേണ്ടതുണ്ട്. വലിയ പ്രതിഷേധമാണ്. IV ജയശങ്കറിന്റെ അവിടെ. ജയശങ്കർ ഇപ്പോൾ വാഹനത്തിന് തൊട്ടടുത്താണുള്ളത്. കോടതിയുടെ മുന്നിൽ തന്നെയാണോ നിർത്തിയിരിക്കുന്നത്? പ്രതിഷേധങ്ങൾക്കൂടെ കടന്നു പോകേണ്ടി വരുമോ? റോഷിപാലുണ്ട്. റോഷിപാൽ, പോലീസ് പൊതിഞ്ഞാണ് രാഹുലിനെ കൊണ്ടുപോകുന്നത്. വലിയ പ്രതിഷേധം. റോഷി, വിവരങ്ങൾ. വലിയ പ്രതിഷേധമാണ് സ്മൃതി. അങ്ങനെ വലിയ പ്രതിഷേധമാണ്. പ്രതിഷേധം അതിജീവിച്ചുകൊണ്ടാണ് പോലീസ് ഏറെ പണിപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോടതി കെട്ടിടത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുപോയിരിക്കുകയാണ്. വലിയ കടുത്ത പ്രതിഷേധമാണ് ഇവിടെ. ആ പ്രതിഷേധം ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട്, അതിനു പുറമെ യുവമോർച്ച പ്രവർത്തകർ. ഇങ്ങനെ കടുത്ത പ്രതിഷേധം. ആ കടുത്ത പ്രതിഷേധം അതിജീവിച്ച് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതിക്കകത്തേക്ക് എത്തിച്ചു. ഏതായാലും ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ബാനറുകൾ ഉൾപ്പെടെ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന ബാനർ ഉൾപ്പെടെ ഉയർത്തി അതിജീവിത, ആദ്യം പരാതി നൽകി അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ച ആ വാചകങ്ങൾ ഇവിടെ ബാനറായി ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ അതിനൊപ്പം തന്നെ യുവമോർച്ച പ്രവർത്തകർ ട്രോഫി
നമ്പർ 1 കോഴി എന്ന എഴുതിയ ട്രോഫി സമ്മാനിക്കുന്നു, ചീമുട്ട എറിയുന്നു. അങ്ങനെ കടുത്ത യുവജന പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ അങ്ങനെ ആ പ്രതിഷേധത്തിനിടയിലൂടെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോലീസ് എത്തിച്ചിരിക്കുന്നത്. കോടതിക്കകത്തേക്ക് രാഹുൽ മാങ്കൂട്ടലിനെ എത്തിച്ചു കഴിഞ്ഞു.